ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് ഒരു പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, നമുക്ക് ശ്വാസം വിടാൻ പോലും സമയമില്ല, എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തെ അറിയുക എന്നും കൂടെ പറയാം. കാരണം ഓരോ യോഗാസനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്വാസം എങ്ങനെയായിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. അതുതന്നെയാണ് യോഗയും മറ്റ് എക്സസൈസുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ശ്വാസത്തെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇന്ന് പറഞ്ഞു തരുന്ന ബ്രീത്തിങ് എക്സസൈസ് അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറയും. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, അറിയാൻ മേലാത്തവർ കണ്ട് മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. എല്ലാ ബ്രീത്തിങ് എക്സസൈസും അങ്ങനെ ശ്വാസകോശ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടും. നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റിയുടെ കാൽഭാഗം പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം പെട്ടെന്ന് നമ്മൾ ശ്വസിക്കുക അല്ലെ, നമ്മൾ ശ്വാസം വിടുന്ന ഉണ്ടോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അത് നോർമലി ഒരു കാര്യം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുന്നു, 2 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത്. അതായത് വളരെ കുറച്ചേറെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നതിൻ്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയാം. നമുക്ക് ടെൻഷൻ വരുമ്പോൾ നിങ്ങളൊരു 10 ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ദീർഘമായ ഒരു 10 തവണ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക എന്ന് പറയാറില്ലേ. അപ്പം കൂടുതൽ പ്രാണവായു നമ്മുടെ ഉള്ളിലേക്ക് എത്തും. നമ്മുടെ ശ്വാസകോശ ആരോഗ്യം വർദ്ധിക്കും, ശ്വാസകോശ കപ്പാസിറ്റി, ലങ് കപ്പാസിറ്റി വർദ്ധിക്കും. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം നിവർന്ന് കിടക്കുക. റിലാക്സ് ചെയ്ത് കിടക്കുക. സാധാരണ പോലെ നോർമൽ ബ്രീത്തിങ്ങിലൊന്ന് ഒരു 2 മിനിറ്റ് കിടക്കുക. കൈ കാലുകൾ അടുപ്പിക്കുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുന്ന സമയം നിങ്ങൾ ഉപ്പൂറ്റിയല്ല, കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കണം. ശ്വാസം വിട്ട് കഴിയുമ്പോൾ 2 സൈഡിലേക്കും കാലിട്ട് റിലാക്സ് ചെയ്യണം. പാദം 2 സൈഡിലേക്കും ചേച്ചിട്ട് റിലാക്സ് ചെയ്യണം. അതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഇൻഹെയിൽ, എക്സെയിൽ. ഇൻഹെയിൽ ചെയ്യുന്നതോടൊപ്പം കാലിൻ്റെ പാദം കൂർപ്പിച്ച് പിടിക്കുക. ആ ഒപ്പം തന്നെ കൈകൾ ഇങ്ങനെ ബാക്കിലേക്ക് ചെവിയോട് ചേർത്ത് ഇങ്ങനെ വിരലുകൾ കോർത്ത് പിടിച്ച് മൊത്തം ബോഡി സ്ട്രെച്ച് ചെയ്യുക ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത്. എക്സെയിൽ ചെയ്യുമ്പോൾ കൈ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വെക്കുന്നു. കാലുകൾ റിലീസ് ചെയ്ത് ബോഡി റിലാക്സ് ചെയ്തിടുന്നു. ഇതൊരു 10 തവണ ചെയ്യുക. ഒന്നുകൂടി നോക്കാം. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ഇത് നമ്മുടെ ടോയ് തൊട്ട് മേളി വരെ. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വിരൽ കോർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. മൊത്തം സ്ട്രെച്ചിങ് വരുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് അബ്ഡോമിനൽ ബ്രീത്തിങ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പൊക്കെ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.